ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനിരിക്കുകയാണോ നിങ്ങൾ? അതൊരു ലോകമണ്ടത്തരം എന്നേ ഞാൻ പറയൂ. കാരണം വലിയൊരു സിലബസാണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത്. സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കിട്ടും? ഏകദേശം ഒരു 120 ഡേയ്സ് മാത്രമേ നമുക്ക് കിട്ടൂ. ആ 120 ഡേയ്സ് കൊണ്ട് വേണം നമ്മൾ MSc പഠിച്ച ഈ 2 വർഷം, അതായത് MSc ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിച്ച എത്രയോ പോർഷൻ നമ്മൾ പഠിച്ചു തീർക്കണം അല്ലേ? അതൊരു 120 ഡേയ്സ് മതിയോ നിങ്ങൾക്ക് കവർ ചെയ്യാൻ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓരോ തവണയും സെറ്റ് എക്സാമിൻ്റെ പാറ്റേൺസ് മാറി മാറി വരും അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുവോളജി എടുത്തു കഴിഞ്ഞാൽ ഒരു തവണ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ഒരു +2 ലെവലിലോ മാത്രം പഠിച്ചു പോയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. പഠിക്കുമ്പോൾ PG ലെവലിൽ തന്നെ പഠിക്കണം. അത് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അത്യാവശ്യം ഒരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടാവണം. നിങ്ങൾക്കറിയാം, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാമാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ല? ഏതൊരു എലിജിബിലിറ്റി ടെസ്റ്റിനും നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ പോർഷനുകളെക്കുറിച്ച്, ആ സിലബസിലുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റുകളെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. അതിനകത്തുനിന്ന് ഒരു 48 മാർക്ക് 50 മാർക്ക് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ? നമ്മൾ 2 വർഷം എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. ആ 2 വർഷത്തിനകം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും അത്യാവശ്യം നല്ല സ്കോറോടുകൂടി തന്നെ പാസ്സായവരുമാണ്. ആ നിങ്ങളെ സംബന്ധിച്ച് ഈ ഇത്രയും പോർഷൻസ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടാണോ? അല്ല. എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്കൊരു ഹറിബറി പോലെ തോന്നുന്നത് അല്ലേ? മാത്രമല്ല, നമ്മൾ അത്ര റഷായിട്ട് പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരാൻ ഇനി എന്തായാലും ഒരു നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 2 യൂണിറ്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. 5 6 തവണ സെറ്റ് എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്യാത്തവരോ ഇല്ലെങ്കിൽ ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരോ ഒക്കെ ആവാം നിങ്ങൾ ചിലപ്പോൾ അല്ലേ? ആ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് വളരെ പഠിക്കാവുന്ന പോർഷൻസ് ഏറ്റവും നന്നായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം, സെറ്റ് എക്സാമിന് ഇത്ര വെയിറ്റേജാണ് ഓരോ മൊഡ്യൂൾസിലെന്നും നമുക്ക് എങ്ങും പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ ആദ്യത്തെ തവണ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് മൊഡ്യൂൾ 3-ൽ നിന്നും 4-ൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അടുത്ത തവണ വരുന്നത് ചിലപ്പോൾ 1-ൽ നിന്നും 2-ൽ നിന്നും വരാം, ചിലപ്പോൾ 3 പിന്നെ റിപ്പീറ്റ് ചെയ്തെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്ന് വിചാരിച്ച് ആ പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാനേ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈക്വൽ വെയിറ്റേജ് ആണ് ഓരോ യൂണിറ്റിനും. ആ ഓരോ യൂണിറ്റിനും കൊടുക്കുന്ന വെയിറ്റേജ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട്, ഞാൻ പറയും, കേറ്ററ്റിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാമാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് നിങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടേ ഇത് കിട്ടാത്തതെന്ന് വരും അല്ലേ? കറക്റ്റായിട്ട് ലൈവിൽ പങ്കെടുക്കുന്ന, കറക്റ്റായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന, കറക്റ്റായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരിക്കൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ചിലപ്പോൾ പഠിച്ച സമയത്ത് നന്നായി പഠിക്കാത്ത കുറേ പോർഷൻസ് നിങ്ങളിലുണ്ടാവും അല്ലേ? ആ പോർഷൻസ് എല്ലാം ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ടോടുകൂടി പഠിക്കുക എന്ന് പറയുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ച കാര്യമാണ്, ഞാനിത് സ്വയം പഠിച്ചെഴുതിക്കോളാം എന്നുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ടാവും. ആത്മവിശ്വാസം ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ മാത്രം. നമ്മളൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു എലിജിബിലിറ്റി ടെസ്റ്റിന് പാസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ തിയറി കുറേ പേപ്പർ പഠിച്ചു പോയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആ പഠിക്കുന്നതിനോടൊപ്പം എന്തുകൂടി വേണം? റിവിഷൻ കൂടി വേണം അല്ലേ? ആരാണോ പഠനവും റിവിഷനും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നത് അവർക്കുള്ളതാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പോർഷൻസ് എല്ലാം ഞാനൊരു തവണ പഠിച്ചതാണ്, എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ഒന്നും പാടില്ല. പാടില്ല എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ പഠിച്ചു, ആദ്യത്തെ മൊഡ്യൂൾ പഠിച്ച് നമ്മൾ 6ാമത്തെ മൊഡ്യൂൾ വരുമ്പോഴേക്കും ഫസ്റ്റ് മൊഡ്യൂളിലെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ മിസ്സായിട്ടുണ്ടാവും. നമ്മുടെ മെമ്മറി പവർ എന്ന് പറയുന്നത് അത്ര വലിയ മെമ്മറി പവർ ഉള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട, ഒരു തവണ വായിച്ചങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല, എനിക്കൊരു 2 തവണയൊക്കെ വായിച്ചു കഴിഞ്ഞാലേ എനിക്ക് പോർഷൻസ് കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ പഠിച്ച പോർഷൻസിൽ നിന്നും 3 4 തവണയൊക്കെ ആ സെയിം പോർഷൻസ് കവർ ചെയ്യത്തക്ക രീതിയിൽ റിവിഷൻ കൂടി കടന്നു പോകണം അല്ലേ? വെറുതെ റിവിഷൻ നടത്തിയാൽ മാത്രം മതിയോ? ഞാനിപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ വായിച്ചു, അതും ഒരു റിവിഷനാണ്. പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത് കുറേ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ അല്ലേ? തീർച്ചയായിട്ടുമാണ് അല്ലേ? ഒരു 10 മാർക്ക്, ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു യൂണിറ്റിൽ നിന്ന് നമ്മളൊരു 10 20 30 മാർക്കിൻ്റെ ഒരു 3 4 എക്സാംസ് എഴുതി കഴിയുമ്പോഴേക്കും ആ എൻ്റെ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? പിന്നീട് അടുത്ത മൊഡ്യൂൾ വരുമ്പോഴത്തേക്കും ആദ്യത്തെ പോർഷനും 2ാമത്തെ പോർഷനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ടെസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു മെമ്മറിയിൽ നിന്ന് നമ്മൾ ആ പോർഷൻസ് പോകാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് കിട്ടുകയുമില്ല. പിന്നെ നമ്മൾ 3rd മൊഡ്യൂൾ വരുമ്പോഴത്തേക്കും ഫസ്റ്റും സെക്കൻഡും 3rd കൂടി ആകുമ്പോഴേക്കും എന്തായി? ഒരു 3ാമത്തെ റിവിഷനായി അല്ലേ? അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 3ാമത്തെ റിവിഷനാണ് നമ്മൾ 3ാമത്തെ യൂണിറ്റ് റിവിഷൻ
ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക. ഇനി 4ാമത്തെ മൊഡ്യൂൾ ആകുമ്പോഴത്തേക്കോ ആ സെക്കൻഡ് മൊഡ്യൂൾസിൻ്റെ 3ാമത്തെ റിവിഷൻ ആകും. അങ്ങനെ ഓരോ പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതുന്നതോറും ഓരോ പ്രാവശ്യം റിവിഷനും കൂടിയാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഒരു 6ാമത്തെ മൊഡ്യൂൾ ആകുമ്പോഴത്തേക്കും 5 പ്രാവശ്യത്തെ റിവിഷൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയൊക്കെ പോലെ ഒരു സെറ്റ് എക്സാം നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ധാരാളമാണ്. ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ. ഈ രീതിയിലുള്ള റിവിഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തോളൂ. സെറ്റ് എക്സാമിൻ്റെ റിവിഷനുമാകും, പഠനവുമാകും, എക്സാമും ആവും, എല്ലാമായിട്ട് ഏറ്റവും കോൺഫിഡൻറ്റോടുകൂടി തന്നെ ഈ വരുന്ന ജാനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യുമല്ലേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.